രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. നമസ്കാരം പ്രിയമുള്ളവരെ, വാൽമീകി രാമായണത്തിൻ്റെ ഇന്നത്തെ ചർച്ചാ ക്ലാസ് ഇപ്പോൾ ആരംഭിക്കുന്നു. ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും നിങ്ങൾ ഓരോരുത്തരുടെയും ഗുരുനാഥന്റെ പാദപത്മങ്ങളിലും വാൽമീകി മഹർഷിയുടെ പാദപത്മങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളട്ടെ. വാൽമീകി രാമായണത്തിലൂടെയുള്ള നമ്മുടെ ഈ ചർച്ച ഇപ്പോൾ അയോധ്യാകാന്ഡത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തത് അയോധ്യാകാന്ഡത്തിന്റെ തുടക്കത്തിലുള്ള സർഗങ്ങളാണ്. ഒന്നാം സർഗം പൂർത്തിയാക്കി രണ്ടാം സർഗത്തിലേക്ക് നാം പ്രവേശിച്ചു. രണ്ടാം സർഗത്തില് മഹാരാജാവായ ദശരഥൻ രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യുന്ന കാര്യം ആലോചിക്കാൻ പൗരന്മാരെയും ജാനപദന്മാരെയും ബന്ധുജനങ്ങളെയും സൈന്യാധിപന്മാരെയും സൈന്യങ്ങളെയും അതേപോലെ സാമന്ത രാജാക്കന്മാരെയും എല്ലാവരെയും ക്ഷണിച്ചു വരുത്തി ഒരു മഹാസഭ കൂട്ടിയതും ആ സഭയിൽ വെച്ച് തന്റെ ആഗ്രഹം അറിയിക്കുന്നതും നാം കണ്ടുകഴിഞ്ഞു. ജനങ്ങളുടെ എല്ലാവരുടെയും ഏകകണ്ഠമായിട്ടുള്ള അഭിപ്രായം രാമനെ യുവരാജാവായി കാണണം എന്നാണ്. മഹാരാജാവിന്റെ ആഗ്രഹം ഏറ്റവും യുക്തമാണ്. അവർ എല്ലാവരും രാജാവിനെ ദശരഥനെ പ്രശംസിക്കുന്നു. രാമന് എത്രയും വേഗം അഭിഷേകം നടത്തണം യുവരാജാവായി എന്ന് അവർ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ അവരുടെ വാക്കുകളിലൂടെ തന്നെ രാമനെക്കുറിച്ചുള്ള അവരുടെ വിലയിരുത്തൽ അറിയാനുള്ള കൗതുകത്താൽ ദശരഥ മഹാരാജാവ് എന്തുകൊണ്ട് നിങ്ങൾ രാമനെ യുവരാജാവായി കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിക്കുന്നതും രാമന്റെ സദ്ഗുണങ്ങൾ അവരുടെ അനുഭവത്തിലൂടെ അവർ മനസ്സിലാക്കിയത് ഒന്നൊന്നായിട്ട് മഹാരാജാവിനെ പറഞ്ഞു കേൾപ്പിക്കുന്നതുമാണ് കഴിഞ്ഞ ദിവസം നാം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ശ്രീരാമചന്ദ്രൻ എല്ലാ ജനങ്ങളെയും അറിയുന്നു, എല്ലാവരെയും ഇഷ്ടപ്പെടുന്നു, എല്ലാവരുടെയും സർവ കാര്യങ്ങളും അവരുടെ വീട്ടിലുള്ള കാര്യങ്ങളും ബന്ധുജനങ്ങളുടെ കാര്യങ്ങളും എല്ലാം രാമൻ അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടിയിട്ട് ചോദിച്ചറിയുന്നു. വേണ്ടുന്നതെല്ലാം തന്നെ അവർക്ക് നൽകി അവരെ എല്ലാവരെയും ആനന്ദത്തോടെ സംരക്ഷിക്കുന്നു എന്ന് മാത്രമല്ല, രാജ്യത്തെ രക്ഷിക്കുന്ന കാര്യത്തില് രാമൻ അദ്വിതീയനാണ്. രാമന് തുല്യനായിട്ട് ഈ പ്രപഞ്ചത്തിൽ ആരും തന്നെയില്ല എന്നെല്ലാം അവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതെല്ലാം അവർ മഹാരാജാവായ ദശരഥനെ കേൾപ്പിച്ചു. സുഭ്രൂരായതമ്രാക്ഷ സാക്ഷാത് വിഷ്ണുരിവ സ്വയം. മനോഹരമായ പുരികങ്ങളോടുകൂടിയവൻ, ആരെയും ആകർഷിക്കുന്നതായ മുഖശ്രീയാണ് രാമന്.
അതേപോലെ തന്നെ ദൈർഘ്യമേറിയ കണ്ണുകളോടുകൂടിയവൻ. താമരപ്പൂവിന്റെ ഇതളിന്റെ ആകൃതിയാണ് രാമന്റെ കണ്ണുകൾക്ക്. അത് വിഷ്ണുവിന്റെ ലക്ഷണവുമാണ്. അങ്ങനെ ആരെയും വശീകരിക്കുന്ന കണ്ണുകളോടുകൂടിയവൻ എന്ന് മാത്രമല്ല, വിഷ്ണുരിവ സ്വയം, സാക്ഷാത് വിഷ്ണു എന്ന പോലെ. രാമനെ കണ്ടു കഴിഞ്ഞാൽ, രാമന്റെ വാക്കുകൾ കേട്ടു കഴിഞ്ഞാൽ, രാമന്റെ പ്രവൃത്തികൾ ദർശിച്ചു കഴിഞ്ഞാൽ മഹാവിഷ്ണു തന്നെ ഭൂമിയിലേക്ക് ജനങ്ങളെല്ലാം രക്ഷിക്കാൻ, ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ ഇറങ്ങി വന്നതാണോ എന്നേ തോന്നുകയുള്ളൂ. അങ്ങനെ സ്വയം വിഷ്ണുവിനെ പോലെ, വിഷ്ണുവിന്റെ സർവ ഗുണങ്ങളും തികഞ്ഞവനാണ് രാമൻ. ഈ രാമൻ ലോകാഭിരാമനാണ്. ഈ ലോകത്തെ മുഴുവൻ സന്തോഷിപ്പിക്കുന്നവനാണ്, ലോകത്തെ മുഴുവൻ അലങ്കരിക്കുന്നവനാണ്, ലോകത്തെ മുഴുവൻ സുന്ദരമാക്കി മാറ്റുന്നവനാണ്. അങ്ങനെ ലോകത്തെ മുഴുവൻ സന്തോഷിപ്പിക്കുന്ന ആനന്ദ സ്വരൂപനാണ് ശ്രീരാമചന്ദ്രൻ. അങ്ങനെയുള്ള ഈ രാമനാകട്ടെ ലോകത്തെ രക്ഷിക്കുന്ന കാര്യത്തിലും അങ്ങേയറ്റം സമർത്ഥനാണ്. ശൗര്യ വീര്യ പരാക്രമൈഹി, ശൗര്യം കൊണ്ടും വീര്യം കൊണ്ടും പരാക്രമം കൊണ്ടും ഈ രാമൻ അത്ഭുതകരമായിരിക്കുന്ന ഔന്നത്യങ്ങളെയാണ് പ്രാപിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള രാമനെ തമേവം ഗുണസമ്പന്നം രാമം സത്യപരാക്രമം, ഇങ്ങനെ എല്ലാ പ്രകാരത്തിലുള്ള അഭികാമ്യമായ ഗുണഗണങ്ങൾ തിങ്ങിയ സത്യപരാക്രമിയായിരിക്കുന്ന രാമനെ, ലോകപാലോപമം, ലോകപാലന്മാർക്ക് സദൃശനായിരിക്കുന്ന രാമനെ ഞങ്ങളെല്ലാം അല്ലയോ ദശരഥ മഹാരാജാവേ, ഞങ്ങളുടെ നാഥനായിട്ട്, ഞങ്ങളുടെ ഭരണാധിപനായിട്ട്, രക്ഷകനായിട്ട് അഭിഷിക്തനായി കാണാൻ ആഗ്രഹിക്കുന്നു. അവരെല്ലാവരും പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണ്: രാമം ഇന്ദീവരശ്യാമം സർവശത്രുനിബർഹണം പശ്യാമോ യൗവരാജ്യസ്ഥം തവ രാജോത്തമാത്മജം. അല്ലയോ മഹാരാജാവേ, നീലത്താമരപ്പൂവിന്റെ വർണ്ണത്തോട് കൂടിയവനാണ് രാമൻ. അങ്ങനെയുള്ള ഈ ശ്രീരാമചന്ദ്രനെ ഞങ്ങൾ യുവരാജ പദവിയില് നേരിട്ട് കാണാനായിട്ട് ആഗ്രഹിക്കുന്നു. എത്രയും വേഗം ഞങ്ങൾ രാമനെ അഭിഷേകം ചെയ്ത് കാണാൻ ആഗ്രഹിക്കുന്നു. രാമൻ എല്ലാ ശത്രുക്കളെയും ധ്വംസിക്കുന്നവനാണ്. ബാഹ്യശത്രുക്കളെയും ആന്തരിക ശത്രുക്കളെയും എല്ലാം ധ്വംസിച്ച് അകവും പുറവുമെല്ലാം, ഓരോ വ്യക്തിയുടെയും അകവും പുറവുമെല്ലാം സർവപ്രപഞ്ചങ്ങളും ശുദ്ധീകരിച്ച് ലോകത്തെ മുഴുവൻ രക്ഷിക്കുന്നവനാണ് രാമൻ. അതുകൊണ്ടല്ലോ മഹാരാജാവേ, അങ്ങയുടെ ഈ മഹനീയ സ്വഭാവത്തോടു കൂടിയവനായ പുത്രനെ എത്രയും വേഗം അങ്ങ് അഭിഷേകം കഴിച്ചാലും. അവർ എന്തുകൊണ്ട് അവർ രാമനെ ആഗ്രഹിക്കുന്നു എന്നതിന്റെ കാരണം വളരെ വിശദമായിട്ട് മഹാരാജാവായ ദശരഥനെ കേൾപ്പിച്ചു. ഇത് ഒരു കാവ്യമെന്ന പോലെ തന്നെ ശാസ്ത്രവുമാണ്. ഒരു ഭരണാധിപൻ എങ്ങനെയൊക്കെ ആയിരിക്കണം, എങ്ങനെയാണ് ഭരണാധിപൻ ചിന്തിക്കേണ്ടത്, പ്രവർത്തിക്കേണ്ടത്, ആളുകളുടെ ഹൃദയത്തില് വിശ്വാസം ഉളവാക്കേണ്ടത്, അതെല്ലാം നമുക്കിവിടെ സൂക്ഷ്മമായിട്ട് കാണാം. കൗടല്യന്റെ അർത്ഥശാസ്ത്രത്തില് പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാം. പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാം. നീതിശാസ്ത്രത്തില് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കാണാം. അങ്ങനെ സർവശാസ്ത്രങ്ങളും കാവ്യമായി ആളുകളുടെ രാമനെ പറ്റിയുള്ളതായ അനുഭവമായി അവരുടെ എല്ലാം കണ്ഠങ്ങളിലൂടെ മധുരമധുരമായി പ്രവഹിക്കുന്നു. ഇത് കേട്ടിട്ട് മഹാരാജാവായ ദശരഥൻ വളരെയേറെ സന്തോഷിച്ചു. എല്ലാവരും കൈ ഉയർത്തി തലയ്ക്ക് മുകളിലെ കൈ കൂപ്പിപ്പിടിച്ച് രാമനെ അഭിഷേകം കഴിക്കണം എന്ന രാജാവിനോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോഴേക്കും മഹാരാജാവ് പറഞ്ഞു, ദശരഥൻ പറഞ്ഞു, അഹോസ്മി പരമപ്രീത പ്രഭാവശ്ച അതുലോ മമ. ഞാൻ വളരെയേറെ സന്തുഷ്ടനായി കഴിഞ്ഞിരിക്കുന്നു.
നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം, രാമനെ കുറിച്ചുള്ള അഭിപ്രായം കേട്ടിട്ട് ഞാൻ വളരെയേറെ ആനന്ദിക്കുന്നു. എൻ്റെ വിലയിരുത്തൽ തന്നെയാണല്ലോ നിങ്ങളുടെയും, എൻ്റെ അനുഭവം തന്നെയാണല്ലോ നിങ്ങളുടെയും. അത് ഞാൻ സന്തോഷിക്കുന്നു. ശ്രീരാമചന്ദ്രന്റെ കരങ്ങളിൽ ഈ രാജ്യം സുരക്ഷിതമാണ്. അതേപോലെ തന്നെ ഈ ലോകം സുരക്ഷിതമാണ് എന്ന് ഞാൻ അറിയുന്നു. എൻ്റെ പ്രഭാവം ഈ ലോകത്തില് മറ്റാരിലും കാണാത്ത പ്രകാരത്തിലുള്ളതാണ്, അതുല്യമാണ്. എന്തുകൊണ്ടെന്നാൽ എന്മേ ജ്യേഷ്ഠം പ്രിയം പുത്രം യുവരാജ്യസ്ഥമിച്ഛത. എൻ്റെ 4 മക്കളിൽ വെച്ചിട്ട് ഏറ്റവും ഉത്തമനായിരിക്കുന്ന രാമനെ, എനിക്ക് എല്ലാ പ്രകാരത്തിലും പ്രിയമുള്ളവനായ രാമനെ നിങ്ങൾ എല്ലാവരും യുവരാജാവായിട്ട് കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നു.